നല്ല പ്രചോദനം നൽകി അവരെ പഠിപ്പിക്കണം. ഒരു കുട്ടിയെ പറ്റിയും ഒരു ബാപ്പയും ഉമ്മയും ഒരിക്കലും ഇവനൊരു പൊട്ടനാണ് മണ്ടനാണ് എന്ന് പറയരുത്. ചിലരാ കുട്ടികളെ മുന്നിൽ വെച്ചെന്നെ ഒരു ഉസ്താദേ എന്റെ മോന ഒന്നും പഠിക്കൂല, ആള് മണ്ടനാണ്. അതോടുകൂടെ ആ കുട്ടിയുടെ മനസ്സിൽ കുറഞ്ഞ വികസനം ഉണ്ടായിരുന്നു, അതുകൂടി ചുരുങ്ങിപ്പോയി. കാരണം ഈ കുട്ടി കേൾക്കല്ലേ ഞാനൊരു മണ്ടനാണെന്നാ വാപ്പ പറയുന്നത്. ഇതിന്റെ കുട്ടിയാണ് ഉസ്താദേ, നിങ്ങൾ ഓനെ നല്ലോണം പഠിക്കാൻ വേണ്ടി ദ്വാരക്കണം എന്ന് പറഞ്ഞ ഒരു മട്ടൻ തിരിച്ചാ പറയണത്, പഠിക്കൂല മണ്ടനാണ്. അങ്ങനെ പറഞ്ഞാൽ ഈ കുട്ടിയുടെ ആവേശം ഒന്നുകൂടി കെടുത്താണ്. മാർക്ക് കുറഞ്ഞ കുട്ടികളെ, താഴേക്കിടയുള്ള കുട്ടികളെ വളർത്തി ഉയർത്തി വലുതാക്കി കൊണ്ടുവരികയാണ് വേണ്ടത്. അവരെ വളർത്ത് പ്രചോദിപ്പിക്കണം. മോൻ നന്നായി പഠിക്കണം, ഇനി ശ്രമിച്ചാൽ മോന് ഇത്ര മാർക്ക് നേടാം, ഇത്ര വിജയത്തിലെത്താം, അവരൊക്കെ മുൻപന്തിയിൽ ഖുർആനോദാം, ഒന്നാം സ്ഥാനത്തെത്താം. ആ കുട്ടിയെ പ്രചോദനങ്ങൾ കൊടുക്കണം. വളർന്നു വരുന്ന ഒരു ദിശയിലും ആ കുട്ടിക്ക് മുരടിപ്പുണ്ടാകുന്ന ഒരു വാക്ക് ഒരു ബാപ്പയിൽ നിന്ന് ഉമ്മയിൽ നിന്ന് വല്യപ്പയിൽ നിന്ന് മറ്റൊന്നും ഉണ്ടാകരുത്. എപ്പോഴും പ്രചോദനം കൊടുത്ത് വളർത്തിക്കൊണ്ടുവരണം. എന്തെങ്കിലും വീക്ക്നെസ്സുകൾ കണ്ടാൽ തന്നെ തിരുത്തേണ്ടതും ഉപദേശിച്ചാണ്. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ചെറുപ്പകാലത്ത് കുട്ടികളിൽ എന്തെങ്കിലും പോരായ്മകൾ, ശർഈയായ നിലക്കുള്ള തെറ്റുകൾ കണ്ടാൽ തന്നെ ഉപദേശിച്ചാണ് കുട്ടികളെ നന്നാക്കേണ്ടത്. പിന്നെ എങ്ങനെയല്ല, വിമർശിച്ചല്ല, ശാപ പ്രാർത്ഥന നടത്തിയല്ല, ഉപദേശിച്ചു. കുട്ടികൾക്ക് അധിക കുട്ടികൾക്കും നല്ലതിനോടുള്ള വാസന കുറയാനുള്ള കാരണം എന്താണെന്നറിയോ? പ്രതികരണങ്ങൾ ശരിയാകാത്തതുകൊണ്ടാണ്. എത്ര താഴേക്കിടയിലുള്ള കുട്ടികളാണെങ്കിലും മക്കളാണെങ്കിലും അവര് മേലോട്ട് വളർന്നു വരും. നല്ല പ്രതികരണമാണെങ്കിൽ അതിന് ഖുർആൻ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ തെളിവാണ് നബിയുല്ലാഹി യാക്കൂബ് അലൈഹിസ്സലാം. യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ 10 മക്കൾ കൂടിയിട്ട് ബാപ്പാനെ സങ്കടത്തിലാക്കി. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ബാപ്പാന്റെ വക്കൽ നിന്ന് അടർത്തിക്കൊണ്ടുപോയി. 10 ആളും വന്നിട്ട് പറഞ്ഞു, ഉപ്പാ യൂസുഫിനെ ഞങ്ങളെ കൂടെ വിട്ടേക്കണം, ഒന്ന് കളിക്കട്ടെ ബാപ്പാ, ഞങ്ങളൊക്കെ കളിക്കുന്ന ആളുകളല്ലേ, ഈ മകനെ വീട്ടിൽ തന്നെ നിർത്തിയാൽ കളിയൊന്നും പഠിക്കൂലല്ലോ. ബാപ്പ പറഞ്ഞു, മക്കളെ നിങ്ങൾ എന്നിൽ നിന്ന് ഈ കുട്ടിയെ അടർത്തിയെടുത്ത് കൊണ്ടുപോയി, നിങ്ങളൊരു ഭാഗത്ത് പലതിലും ശുഗലായി നിൽക്കുമ്പോ വേറെ പല കാര്യങ്ങളും ശ്രദ്ധിക്കുമ്പോ ഒരു ചെന്നായ വന്ന് എന്റെ കുട്ടിയെ പിടിക്കുമോ എന്ന് എനിക്ക് പേടിയുണ്ട്. അവര് പറഞ്ഞു, ഞങ്ങൾ ഇത്രയും തോന്നെ ആളുകൾ ഉണ്ടായിരിക്കേ ചെന്നായ പിടിക്കാനോ? അങ്ങനെ ഒന്നില്ല, ഞങ്ങൾ നന്നായി നോക്കിക്കൊള്ളും എന്ന് പറഞ്ഞ് ബാപ്പയിൽ നിന്ന് കുട്ടിയെ അടർത്തി കൊണ്ടുപോയിട്ട് ആ കുട്ടിയെ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞ് വൈകുന്നേരം സാധാരണ വരുന്നതിനേക്കാളും കുറച്ച് നേരം വൈകിട്ട് കരഞ്ഞുകൊണ്ട് ബാപ്പാന്റെ അടുത്ത് വന്നിട്ട് അവര് പറഞ്ഞു, ബാപ്പാ ഞങ്ങളൊക്കെ ഞങ്ങളുടെ ചരക്ക് നോക്കാൻ വേണ്ടി ഒരു ഭാഗത്ത് പോയപ്പോ ഞങ്ങൾ മറ്റൊരു ഭാഗത്ത് ഞങ്ങളെ ചരക്ക് പോയി നോക്കുമ്പോ വല്ല വിഷയങ്ങളും അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പോയി ആടുകളെയും മറ്റൊക്കെ തെളിക്കാൻ വേണ്ടി നോക്കുമ്പോ പെട്ടെന്ന് യൂസുഫിനെ കാണാതായി പോയി. ഒരു ചെന്നായ ഭക്ഷിച്ചു. എന്നിട്ട് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ശരീരത്തിലെ കുപ്പായം അത് ചെന്നായ കടിച്ചു വീറുന്ന രൂപത്തിൽ കടിച്ചു വീറിയിട്ട് അതിൽ രക്തവും ചേർത്തിട്ടാണ് അവർ കൊണ്ടുവന്നത്. വ്യാജ രക്തമാണ് അവർ കൊണ്ടുവന്നത്. കാരണം രക്തം വാസനിക്കുമ്പോൾ ഇത് നായന്റെ രക്തമല്ല, സത്യത്തിൽ സാക്ഷാൽ ആടിന്റെ രക്തമാണ്. ഈ രൂപത്തിൽ സങ്കടപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളും വാക്കുകളും ഒക്കെ ചെയ്ത മക്കളോട്, മക്കളെ നിങ്ങൾ ഒരു കാലത്തും നന്നാകൂല എന്നാ ബാപ്പ പറഞ്ഞോ, നിങ്ങൾ ഒരു കാലത്തും ഗുരുത്വം പിടിക്കൂല എന്ന് ബാപ്പ പറഞ്ഞോ? ബാപ്പാന്റെ മറുപടി എന്താണ്? നിങ്ങളെ മനസ്സിൽ തോന്നിയൊരു കാര്യം നിങ്ങൾ അങ്ങ് ചെയ്തു. നിങ്ങളെ മനസ്സിൽ തോന്നിയൊരു കാര്യം നിങ്ങൾ അങ്ങ് ചെയ്തു. അതിന് ബാപ്പാന്റെ വക മറുപടി എന്താണെന്നറിയോ? നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്തിറക്കാൻ ഞാനില്ല, നിങ്ങളെ ക്ഷമിക്കാൻ ഞാനില്ല, ഞാൻ നല്ല ക്ഷമ പാലിക്കുന്നു, നിങ്ങൾ പറഞ്ഞതൊക്കെ അള്ളാഹുവിലേക്ക് വിടുന്നു. എത്ര വർഷം ആ മക്കളെ കൂടെ യാക്കൂബ് നബി അലൈഹി സ്വലാം താമസിച്ചു.
10-35 വർഷം യൂസുഫ് നബി അലൈഹി സ്വലാമിനെ തന്റെ സമീപത്തിൽ നിന്ന് അടർത്തി മാറ്റിയിട്ട് ഇത്രയും കാലത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും ആ മക്കളെ ബഹിഷ്കരിച്ചോ പുറത്താക്കിയോ? ഞാനിതെന്തിനാ പറയുന്നതെന്നറിയോ? എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാര് ശരിക്കും ശ്രദ്ധിക്കണം. കുട്ടികളുടെ വളർച്ചയ്ക്ക് മുരടിപ്പ് സൃഷ്ടിക്കുന്നത്, അവരെ പഠനം, അവരെ ജോലി, അവരെ ഇബാദത്ത് കാര്യങ്ങളിലൊക്കെ ഇടയ്ക്ക് വെച്ച് ആവേശം കുറയുന്നത്, നമ്മളെ വാക്കും പ്രവർത്തിയും അതിന് വിനയാകുന്നുണ്ട്, കാരണമാകുന്നുണ്ട്. പക്ഷെ എന്നിട്ട് അത് ചിന്തിക്കാതെ എന്ത് ചെയ്യുന്നറിയോ? ഏതെങ്കിലും ആൾക്കാരെ ചികിത്സക്ക് പോകും. ഈ കുട്ടിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് ഉസ്താദേ, നിങ്ങളൊന്ന് മന്ത്രിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. ഇത് പറ്റിയ അടിസ്ഥാനം എവിടുന്നറിയോ? ഇവിടെ തന്നെ. പക്ഷെ അത് മറന്നിട്ടുണ്ടാവും. പറയുമ്പോ നല്ല ഗൗരവത്തിൽ പറഞ്ഞിട്ടുണ്ടാവും. ഒരു ചെറിയ തെറ്റ് പറ്റിയതാണ്, ആ കുട്ടി നിസ്കരിച്ചില്ല, അതിന് ഇനി ആ കുട്ടിയെ പറയാത്തൊന്നുമില്ല. ശരിയാണ്, ആ കുട്ടിയെ താക്കീത് ചെയ്യും. പക്ഷെ താക്കീത് ചെയ്യുമ്പോഴും കാലാകാലത്തേക്കുള്ള ശാപവാക്ക് പറയരുത്. ഒരിക്കലും നന്നാകൂല എന്ന വർത്തമാനം പറയരുത്. ഒരിക്കലും നീ ഗുരുത്വം പിടിക്കൂല, നീ ഒരിക്കലും ഉയരത്തിലെത്തൂല, ഒരിക്കലും പറയരുത്. എത്ര ചൂട് വന്നാലും പറയരുത്. യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ മനസ്സ് നിങ്ങളെ മനസ്സിൽ എപ്പോഴുണ്ടാകണം. ഫസബ്റുൻ ജമീൽ വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ. നല്ല ക്ഷമ പാലിച്ചു. പിന്നീട് യാക്കൂബ് നബി അലൈഹി സ്വലാം ഓരോ സമയവും ഈ മക്കളെ വർത്തമാനം മറ്റും കേൾക്കുമ്പോ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ ആലോചിച്ച് കരഞ്ഞിട്ടുണ്ട്. കരഞ്ഞ് കണ്ണുകൊണ്ടും ആ കരഞ്ഞുകൊണ്ട് മഹാനവറുകളുടെ കണ്ണ് വെളുത്തുപോയിട്ടുണ്ട്. ഈ കറുത്ത മണിയില്ലേ, അതിനുകൂടി വെളുപ്പ് വന്നിട്ടുണ്ട്. മിനൽ ഹുസ്നി, ദുഃഖം കാരണം. എന്നാലും വിഷമം കടിച്ചു പിടിച്ച് ആ മക്കളെ വാപ്പ വിളിക്കുന്ന വിളിയാ ബനിയാ, എന്റെ മക്കളെ, നിങ്ങൾ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ പോയി അന്വേഷിക്കണം. ഒരിക്കലും നിരാശ പാടില്ല. എവിടെയെങ്കിലും യൂസുഫ് നബി അലൈഹി സ്വലാം ഉണ്ടാകും. നിങ്ങളൊന്ന് പോയി അന്വേഷിച്ചാൽ യൂസുഫിനെ ലഭിക്കും. യൂസുഫ് നബി അലൈഹി സ്വലാമിനെ അന്വേഷിക്കാൻ വേണ്ടി മക്കളെ വിടുമ്പോ ആ മക്കള് പറയുന്ന കണ്ടീഷനൊക്കെ ബാപ്പ അംഗീകരിക്കുകയാണ്. അതുകൊണ്ടല്ലേ ആദ്യ ഘട്ടം കഴിഞ്ഞ് രണ്ടാമത്തെ ഘട്ടത്തിൽ യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ കൂടെ താമസിച്ചിരുന്ന സഹോദരനെ രാജാവ് കൊണ്ടുയെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോ വീണ്ടും ബാപ്പ പറയുന്നത്, നിങ്ങൾ ആദ്യം എന്നോടൊരു വിഷയം ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഇനി ആ മേലാല് വിശ്വസിക്കൂല എന്നല്ല, നിങ്ങളെല്ലാവരും എനിക്ക് ഉറപ്പുള്ള വാക്ക് പറയണം, വാക്ക് തരണം, എന്നാലേ ഞാൻ സഹോദരൻ കൂടെ വിടൂ. ആദ്യം തന്നെ നിങ്ങൾ എന്നോടൊരു കാര്യം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് മേലാൽ ഈ കുട്ടിയെ നിങ്ങളെ കൂടെ വിടൂല എന്നല്ല, നിങ്ങളെ കൂടെ വിടും. പക്ഷേ എനിക്ക് നിങ്ങളൊക്കെ ഒരു ഉറപ്പ് തരണം. എല്ലാവരും കൂടി കയ്യിൽ പിടിച്ച് ഉറപ്പ് കൊടുത്തു, ഇല്ല ഞങ്ങൾ ഈ കുട്ടിയെ പറ്റിക്കൂല. യൂസുഫ് നബി അലൈഹി സ്വലാമിനെ ചെയ്തതുപോലെ നിങ്ങളിൽ നിന്ന് അടർത്തി മാറ്റി ഒരു കാലത്തും ഇങ്ങോട്ട് കൊണ്ടുവരാത്തൊരവസ്ഥയുണ്ടാക്കൂല. ആ വിശ്വാസം, വിശ്വാസത്തിലെടുത്തവരെ വാക്കി വിശ്വാസത്തിലെടുത്ത് അല്ലാഹു അലാ മാ നഖൂലു വകീൽ, നമ്മൾ ഈ പറയുന്നതിനൊക്കെ അല്ലാഹു വക്കീലാണ്, അല്ലാഹു ഏൽപ്പിക്കപ്പെടുന്ന ആളാണ്. അവര് തിരിച്ചു പിന്നെ രണ്ടാമത് ഇങ്ങോട്ട് വരാൻ പലർക്കും മനസ്സ് തോന്നിയില്ല. നമ്മുടെ വാപ്പ സ്നേഹമുള്ള വാപ്പയാണ്. പലരും പറഞ്ഞു ഞങ്ങൾ ഇവിടെ തന്നെ തങ്ങുകയാണ്. നിങ്ങൾ കുറച്ചാള് പോയിട്ട് വാപ്പയോട് പറയണം, ഇന്ന ബിനക സറഖ്, നിങ്ങളുടെ മകൻ ചെറിയൊരു മോഷണ കുറ്റത്തിൽ ഇവിടെ രാജാവിന്റെ വലയിൽ പിടിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് ബാപ്പയോട് പറയണം ഞാൻ വരുന്നില്ല, ഇനി ആ ബാപ്പാന്റെ മുഖം കാണാൻ എനിക്ക് മനസ്സ് തോന്നുന്നില്ല എന്ന് കുറച്ചാളുകൾ പറഞ്ഞ് അവരവിടെ തന്നെ മിസ്റിൽ തന്നെ നിന്നു. കുറച്ചാളുകൾ ഇങ്ങോട്ട് പറഞ്ഞയച്ചു. പിന്നെയും യൂസുഫ് നബി അലൈഹി സ്വലാമിനെ അന്വേഷിക്കാനും സഹോദരനെ അന്വേഷിക്കാനും വേണ്ടി അവരെ പുറപ്പെടുവിച്ചു, അവരെ പറഞ്ഞയച്ചു. ക്ഷാമം പിടിപെട്ട ആ നാട്ടിൽ റേഷൻ സംവിധാനം മിസ്റിലെ രാജാവ് ഒരുക്കിക്കൊണ്ടിരുന്നു. ആ രാജാവാണല്ലോ യൂസുഫ് നബി അലൈഹി സ്വലാം. മൂന്നാമത്തെ ഘട്ടം റേഷൻ വാങ്ങാൻ വേണ്ടി വന്നപ്പോഴാണ് സഹോദരങ്ങളോട് പറയുന്നത്. അത് കേൾക്കുമ്പോ കൂട്ടത്തിലൊരു കാര്യം പറയട്ടെ, എപ്പോഴെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായതിന്റെ പേരിൽ ജേട്ടനോടോ അനുജനോടോ പെങ്ങളോടോ പിണങ്ങി നിൽക്കുന്നവർ, അവരെ ബഹിഷ്കരിച്ചവർ, ഈ താഴ്ന്ന ദുനിയാവിന്റെ ചില്ലറക്കാശിന്റെ സഹകരണം കിട്ടാത്തതിന്റെ പേരിൽ കാലകാലത്തേക്കുള്ള പിണക്കവുമായി മനസ്സിൽ കൂടുന്നവർ, ഇത് വിശുദ്ധ ശഅബാനാണ്. ബറാഅത്തിലാവും അടുത്ത മാസം ലൈലത്തുൽ ഖദ്റൊക്കെ വരാതിരിക്കാണ്. മനസ്സ് നന്നാക്കിയിട്ടൊക്കെ സ്വീകരിക്കണ്ടേ? നിങ്ങൾ നോക്കി ഈ വേലകളൊക്കെ കാണിച്ചു കൂട്ടി ഇത്രയും വർഷക്കാലം അസീസ് രാജാവിന്റെ കൊട്ടാരത്തിലും കുറച്ച് വർഷക്കാലം ജയിലിലുമൊക്കെ കഴിഞ്ഞ് ഒരു
ഒരുപാട് വിഷയങ്ങൾ ജീവിതത്തിൽ സ്വീകരിക്കേണ്ടി വന്ന യൂസുഫ് നബി അലൈഹിസ്സലാം സഹോദരങ്ങൾ വീട്ടിലും കൊട്ടാരത്തിൽ വന്നപ്പോ ഹൽ അലിംതും മാ ഫഅൽതും ബിയൂസുഫ വഅഖീഹി ഇദ് അൻതും ജാഹിലൂൻ. നിങ്ങളുടെ സഹോദരൻ യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ സഹോദരനെയും ചെയ്തത് നിങ്ങൾക്കറിയോ? നിങ്ങൾക്ക് വിവരമില്ലാത്തൊരു ഘട്ടത്തിൽ നിങ്ങൾ ചെയ്തത് അറിയോ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് ആ സഹോദരങ്ങളൊക്കെ കൂടി പറയുന്ന മറുപടി അഇന്നക ലഅൻത യൂസുഫ്, നിങ്ങളാണോ യൂസുഫ്? ഖാല അന യൂസുഫ് വഹാദാ അഖീ, ഞാൻ തന്നെയാണ് യൂസുഫ്, ഇതെന്റെ സഹോദരൻ ബിന്യാമീനുമാണ്. ഞങ്ങളെ ഈ ഘട്ടത്തിൽ അല്ലാഹു തആല ഉയർത്താനുള്ള കാരണം ഇന്നഹു മയ്യത്തഖി വയസ്ബിർ, ആരെയും അല്ലാഹു ഉയർത്തും, പക്ഷേ തഖ്വയും സബറും വേണം, ആത്മവിശുദ്ധി വേണം. ശരീരം നന്നായാ പോരാ, തുണിയും കുപ്പായവും നന്നായാ പോരാ, അതൊക്കെ പൊതിഞ്ഞു നിൽക്കുന്ന ഒരു കൽബുണ്ട്, കൽബ്. ആ കൽബിൽ തഖ്വയും ഈമാനും സബറും വേണം. ഇന്നഹു മയ്യത്തഖി വയസ്ബിർ ഫഇന്നല്ലാഹ ലാ യുളിഉ അജ്റൽ മുഹ്സിനീൻ. ഞങ്ങൾ പാലിച്ച തഖ്വയാണ്, നല്ല ക്ഷമയാണ്. അത് പാലിച്ചപ്പോൾ അല്ലാഹു തആല വലിയ സ്ഥാനം തന്നു, വലിയ ലെവൽ തന്നു. നിങ്ങളടക്കം ഇവിടെ വന്ന് റേഷൻ വാങ്ങിയിട്ടും നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ല, ഇതെന്റെ സഹോദരനാണ് കൂടെ നിർത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലായില്ല. എന്നാൽ അത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് അവരെല്ലാവരും പറഞ്ഞു ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, അബദ്ധം സംഭവിച്ചു, വിവരം കുറഞ്ഞ കാലത്ത് രക്തത്തിളപ്പ് കൊണ്ടുവന്നതാണ്. അങ്ങനെ വല്ല സഹോദരനും വന്ന് മറുപടി പറയുമ്പോ നീ അതൊന്നും ഇനി പറയണ്ടെന്നല്ല പറയേണ്ടത്, ശരിയാണ്. യഗ്ഫിറുല്ലാഹു ലക്കും വഹുവ അർഹമുർ റഹീമീൻ. അല്ലാഹു നിങ്ങൾക്കും മാപ്പ് തരട്ടെ, അവനാണല്ലോ ഏറ്റവും വലിയ കാരുണ്യം ചെയ്യുന്നവൻ എന്ന നിലക്കാണ് പ്രതികരിച്ചത്. നമ്മൾ മനസ്സിലാക്കണം, അവരോടൊക്കെ ക്ഷമ പാലിച്ച് ജീവിച്ചപ്പോ ആ മക്കളെല്ലാവരും ഒരുമിച്ച് നന്നായി. പിന്നെയും അവരുടെ കൂടെ യാക്കൂബ് നബി അലൈഹിസ്സലാം മിസ്റിൽ താമസിച്ചിട്ടുണ്ട് 25 വർഷം. ചരിത്രത്തിൽ കാണാം, മക്കളെ പഠിക്കാത്തതിന്റെ പേരിൽ, ആക്ഷേപിക്കാത്തതിന്റെ പേരിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് കുട്ടി കേട്ടില്ലെങ്കിൽ അപ്പ വിളിക്കുന്ന വിളി മൈക്കിലൂടെ പറയാൻ പറ്റില്ല. ഓൺലൈൻ ഉണ്ടായതുകൊണ്ട് അല്ലേ ഞാൻ പറഞ്ഞു. ആരാണ്? മുത്തുമൂമിനാണ്. ഒന്നാം സഫിൽ ഇമാമിന്റെ ബാക്കിൽ നിൽക്കുന്ന ആളാ. എന്തെങ്കിലും ഒരു ഇയാള് പറഞ്ഞു, ഇയാളെ വാപ്പ പറഞ്ഞു, ഇയാൾ കേട്ടിട്ടുണ്ടാവില്ല, അതുകൊണ്ട് മാങ്ങ കേൾക്കാത്ത. അതാണ് ആദ്യം ചിന്തിക്കേണ്ടത്. എന്താ കുട്ടി കേൾക്കാത്ത? ഞാൻ അവനെ കൊടുത്തൊക്കെ നല്ല ഭക്ഷണമാണല്ലോ, നിങ്ങൾ കേട്ടിരുന്നു അത് നേരത്തെ വാപ്പ പറയുമ്പോ? അത്രേ മകനും കേൾക്കുന്നു. നിങ്ങൾ അതിൽ പവർഫുള്ളാ എന്നാ ഉറപ്പാ നിങ്ങളെ മകൻ പവർഫുൾ. ശരിക്കും നന്നായി അനുസരിക്കും. അപ്പൊ എന്തെങ്കിലും ഒരു അനുസരണക്കേട് കണ്ടു, എന്നാൽ എന്താണ് ആ കുട്ടിയോട് സമീപനം നടത്തേണ്ടത്? ആ കുട്ടിയോട് സ്നേഹത്തിന്റെ സമീപനം, നല്ല അനുസരണത്തിന്റെയും ബഹുമാനത്തിന്റെയും സമീപനം നടത്തി ഈ ബാപ്പയുടെ മനസ്സിലേക്ക് ആ കുട്ടിയെ കീഴ്പ്പെടുത്താൻ കഴിയണം. ഓതാൻ പറഞ്ഞു, കുട്ടി ഓതുന്നില്ല. ആ കുട്ടിയോട് ഗൗരവത്തിൽ പറഞ്ഞു ഓതണം. പിന്നെയും കുട്ടി അങ്ങനെ ഇരിക്കാണ്. പിന്നെന്താ വരുന്നത്? ഇനി നാളെ ഏതെങ്കിലും ഡോക്ടറെ കാണിച്ചോക്കല്ലേ? അതല്ല, ആ കുട്ടിയെ മനസ്സ് കീഴ്പ്പെടുത്താൻ ബാപ്പക്കുമ്മക്കും കഴിയണം. അതിന് ബാപ്പക്കുമ്മ കഴിയും. എത്ര കാലം അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്? കുഞ്ഞുനാളിൽ ഒരുപാട് അങ്ങനെ കഴിഞ്ഞിട്ടില്ലേ? വലുതായാലും കഴിയും. ആ മനസ്സ് കീഴ്പ്പെടുത്തുന്ന രംഗമാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം സ്വീകരിച്ചത്. അതാണ് ഫസബറുൻ ജമീൽ. നിങ്ങളെ തല്ലാനില്ല, നുബുവത്തിന്റെ കഴിവ് കൊണ്ട് ഒരു ചെറിയ പ്രാർത്ഥന നടത്തിയാൽ മക്കൾ മുഴുവനും ഫസാദായി പോകും. നിങ്ങൾ നോക്കി, ഒരു വലിയ കുടുംബത്തിന്റെ നേതാവാണ് യാക്കൂബ് അലൈഹിസ്സലാം. ഖുർആൻ ഓതുമ്പോ നമ്മളൊക്കെ കാണും ബനൂ ഇസ്രായേൽ. അതാരാ സംഗതി? ഈ യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ മക്കൾക്കാണ് ബനൂ ഇസ്രായേൽ എന്ന് പറയുന്നത്. അല്ല, ഇന്നത്തെ ഇസ്രായേൽ അല്ല. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം അബ്ദുല്ലാ എന്നാണ്. ഇസ്ർ എന്ന് പറഞ്ഞാൽ അബ്ദു എന്നും ഈൽ എന്ന് പറഞ്ഞാൽ അല്ലാഹ് എന്നുമാണ്. ആ പേരിൽ അറിയപ്പെട്ട ഒരു നബിയാണ് യാക്കൂബ് നബി അലൈഹി സ്വലാം. യാക്കൂബ് നബിക്ക് ഇസ്രായേൽ എന്ന പേര് തന്നെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് സൂറത്തു മറിയമിൽ. ആ യാക്കൂബ് നബിന്റെ സന്താന പരമ്പരകളാണ് വലിയ ഒരു കൂട്ടം ആളുകൾ ബനൂ ഇസ്രായേൽ. എങ്ങനെ അവർ വന്നത്? ആ മക്കളെ നല്ല രൂപത്തിൽ സ്വാലിഹാക്കി വളർത്തിയപ്പോ വലിയ ഒരു സമ്പാദ്യമായിട്ട് 1-2 മക്കളല്ല, ഒരു കൂട്ടം ആളുകൾ. അവരിലാണ് പിന്നീട് മൂസാ നബി അലൈഹി സ്വലാം ഒക്കെ വരുന്നത്. മൂസാ നബി അലൈഹി സ്വലാമിനെ വിശ്വസിച്ച ബനൂ ഇസ്രായേൽ തന്നെ 6 ലക്ഷത്തിലധികമുണ്ട്. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം അതെന്താ? ആ ബാപ്പയുടെ കഴിവാണ് യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ. എന്നിട്ട് അവസാനം തെറ്റും കുറ്റും ഏറ്റുപറഞ്ഞു മക്കള്, ബാപ്പാ ഞങ്ങൾക്ക് വൈകല്യം നിങ്ങൾ മാപ്പാക്കി തരണം.
അപ്പൊ ഉണ്ടാവും ചില ബാപ്പാരെ സ്റ്റേൺ ഇപ്പൊ എനിക്ക് തോന്നില്ലേ ഇതൊക്കെ തെറ്റാണ്, കുറച്ചു കാലം അനുഭവിക്കും. അങ്ങനെ പറയാൻ പാടില്ല. എത്ര മൂത്ത സ്വത്തിന്റെ വാപ്പയാണെങ്കിലും പറയാൻ പാടില്ല. എത്ര വലിയ കഴിവുള്ള വാപ്പയാണെങ്കിലും പറയാൻ പാടില്ല. എത്ര വലിയ സ്ഥാനമാനങ്ങളും ബഹുമതിയുള്ള വാപ്പയാണെങ്കിലും പറയാൻ പാടില്ല. ബാപ്പാ, ഞങ്ങളെ തെറ്റുകൾക്ക് നിങ്ങൾ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടണമെന്ന് ബാപ്പയോട്, അതും നബിയായ ബാപ്പയോട് മക്കൾ വന്ന് പറഞ്ഞപ്പോ ബാപ്പ ചോദിക്കൂല എന്നല്ല പറഞ്ഞത്, സൗഫ അസ്തഗ്ഫിറു ലക്കും റബ്ബി ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സൗഫ അസ്തഗ്ഫിറു ലക്കും റബ്ബി, ഞാൻ ഇപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കാൻ പറഞ്ഞല്ലോ അള്ളാഹുവിനോട്, ഇപ്പോൾ ഞാൻ ചോദിക്കുന്നില്ല, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പിന്നീട് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടും. ഇന്നത്തെ രാവേദ എല്ലാരും മറന്നോ? ഇന്നത്തെ രാവേദ വെള്ളിയാഴ്ച രാവല്ലേ? ഇങ്ങനത്തെ ഒരു വെള്ളിയാഴ്ച രാവിലാണ് ചോദിച്ചത്. വെള്ളിയാഴ്ച രാവിലെ സുബ്ഹിന്റെ മുമ്പ് അത്താഴത്തിന്റെ നേരത്ത് എഴുന്നേറ്റ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തഫ്സീർ ചെയ്തത് കാണാം. ഇപ്പോൾ ഞാൻ ചോദിക്കുന്നില്ല, പിന്നീട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടുമെന്ന് പറഞ്ഞത് വെള്ളിയാഴ്ച രാത്രി അത്താഴത്തിന്റെ നേരത്തെ എഴുന്നേറ്റ് മക്കൾ നന്നാകാൻ ആ പിതാവ് അല്ലാഹുവിനോട് ദുആ ചെയ്തു. അല്ലാഹു ദുആന ഖബൂലാക്കി. ആ ദുആ ഖബൂലാക്കിയ സന്തോഷമാണ് വറഫഅ അബവൈഹി അലൽ അർശി വഖറൂ ലഹു സുജ്ജദാ. ബാപ്പാനെയും ഉമ്മാനെയും വലിയ സ്റ്റേജിൽ കയറ്റിയിട്ട് മക്കൾ മുഴുവനും അവർക്ക് കീഴ്പ്പെട്ട് നിൽക്കുന്ന ഒരു സന്ദർഭം യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ രാജകീയമായ അലങ്കാരത്തിൽ വന്നപ്പോ കുട്ടിക്കാലത്ത് കണ്ട സ്വപ്നത്തിന്റെ പുലർച്ചയായിട്ട് അത് വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാനവർകൾ പറഞ്ഞു, യാ അബതി ഹാദാ തഅ്വീലു റുയായ മിൻ ഖബ്ലു ഖദ് ജഅലഹാ റബ്ബി ഹഖ്ഖാ. കുട്ടിക്കാലത്ത് ഞാൻ കണ്ട സ്വപ്നമില്ലേ ഉപ്പാ, അതിന്റെ പുലർച്ചയാണ് ഈ കണ്ടത്. ഞങ്ങളെല്ലാവരും ശംസും ഖമറുമായ ബാപ്പക്കും ഉമ്മക്കും അനുസരിച്ച് മക്കളെല്ലാവരും കവാക്കിബിനെ പോലെ, നക്ഷത്രങ്ങളെ പോലെ ശംസിനും ഖമറിനും ഒരിക്കലും തെറ്റി നിൽക്കാതെ അനുസരിച്ച് നിൽക്കുന്ന നക്ഷത്രങ്ങളെ കണ്ടിട്ടില്ലേ? ശംസിനെ അംഗീകരിക്കുന്നുണ്ട്, ഖമറിനെയും അംഗീകരിക്കുന്നുണ്ട്. ഓവർടേക്ക് ചെയ്യാതെ ഉദിക്കേണ്ട സമയത്ത് ഉദിക്കുന്ന നക്ഷത്രങ്ങളില്ലേ? ഇതുപോലെ ബാപ്പക്കും ഉമ്മക്കും അനുസരിക്കുന്ന നക്ഷത്ര തുല്യരായ മക്കളായി ഇതാ ഈ മക്കൾ വളർന്നിരിക്കുന്നു. വലിയ സന്തോഷത്തിന്റെ അവസ്ഥയാണ് അവിടെ ഉണ്ടായത്. ഇത് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു സംഭവമാണ്. അതുകൊണ്ട് എത്ര വലിയ ആളായി മകൻ വളരണോ, നല്ല ആവേശവും നല്ല നിർദ്ദേശവും നല്ല പ്രാർത്ഥനയും കൊടുക്കണം. ഇതുകൊണ്ടാണ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് നിർദ്ദേശിച്ചത് ബാപ്പമാരോട് വലാ തദഉ അലാ ഔലാദിക്കും, മക്കൾക്ക് പ്രതികൂലമായി പ്രാർത്ഥിക്കരുത് ഒരിക്കലും. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹുവിന്റെ അടുത്തേക്ക്, അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് ഒക്കെ ചരിത്രത്തിൽ കാണാം. അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് ഒരു ബാപ്പ കുട്ടിനെയും കൊണ്ടുവരാൻ. ഈ കുട്ടി പറഞ്ഞിട്ട് അത്രയും കേൾക്കുന്നില്ല, നിങ്ങൾ നന്നാക്കണം. കണ്ടപാട് മഹാനവറുകൾ ചോദിച്ചു, ഹൽ ദഅഉത അലൈഹി, ഈ കുട്ടിക്ക് എതിരായി നിങ്ങൾ ദുആയിരുന്നിരുന്നോ? ബാപ്പ പറഞ്ഞു, അതെ. ഞാൻ നന്നാക്കാൻ വഴിയില്ല, നിങ്ങൾ നന്നായിക്കോളി നോക്കി. ഇതാ നേരത്തെ പറഞ്ഞു, എപ്പോഴെങ്കിലും ദുആയിരുന്നിട്ടുണ്ടാവും. അങ്ങനെ ചിലരൊക്കെ പറയും, 5ാം ക്ലാസ് വരെ ഈ കുട്ടിക്ക് ഒരു കുഴപ്പമില്ല, പിന്നെ ഈ കുട്ടി പഠനത്തിലൊക്കെ ഒരു മന്ദഗതിയാണ്, എന്താ പറ്റിപ്പോയി? ആരെങ്കിലും ആരും കണ്ണു പറ്റിയതല്ല, എപ്പോഴോ ഒന്ന് കുരുത്തക്കേട് കാണിച്ചപ്പോ ബാപ്പയോ ഉമ്മയോ പറയാൻ പറ്റാത്ത വാക്ക് പറഞ്ഞു. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. നമ്മുടെ സ്വഭാവങ്ങളിൽ അങ്ങനെ ഉണ്ടാകരുത്. അതൊരു ദുസ്വഭാവമാണ്. അങ്ങനെ ആ കുട്ടിന്റെ വളർച്ച മുഴുവനും മുരടിച്ചുപോയി. നല്ലോണം പഠിച്ച് വളർന്ന് നന്നായി വന്നിരുന്ന കുട്ടിയായിരുന്നു. നമ്മളെ നാവിന്റെ ഒറ്റ കാരണം ചിലത് ഒരു ഹൈ പവറായി കരുതുന്ന ആൾക്കാരുണ്ട്. ഞാൻ ബാക്കിയാണ്, എനിക്ക് ദ്വാരക്കാനൊക്കെ അല്ല കുറച്ച് പെർമിറ്റ് തന്നിട്ടുണ്ട്, ഞാൻ ഉമ്മയാണ്, ഞാൻ ദ്വാരുന്ന ആളുടെ വേഗം സ്വീകരിക്കും. പക്ഷേ ചിന്തിക്കണം, വലാത്തതോ വലാ ഉലാദിക്കും, മക്കൾക്കെതിരായി ദ്വാരക്കരുത്, ഒരിക്കലും പ്രതികൂലായ ദ്വാരക്കരുത്. ഇത്രയും സങ്കടങ്ങൾ സൃഷ്ടിച്ച് യാക്കൂബ് നബി അലൈഹിസ്സലാം ഇത്രയും വർഷത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും എതിരായിട്ട് പ്രാർത്ഥിച്ചിട്ടില്ല. അത് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു സംഭവമാണ്. അതെല്ലാവരും മാതൃകയാക്കി എപ്പോഴും സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിക്കുമ്പോഴാണ് നമ്മുടെ മക്കളിൽ ദുനിയാവിലും ആഖിറത്തിലും കാണേണ്ട കൺകുളിർമ കാണാൻ കഴിയുക.
റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ. മുഅ്മിനീങ്ങളെ പ്രാർത്ഥനയാണല്ലോ റബ്ബേ, ഞങ്ങളെ ഇണകളിൽ നിന്ന് ഞങ്ങൾക്ക് നീ തരണം. ബാപ്പയും ദ്വാരക്കും ഉമ്മയും ദ്വാരക്കും. വദുർരിയാതിനാ സന്താനങ്ങളിൽ നിന്ന് അഥവാ പേരക്കുട്ടികൾ. ഇണകളിൽ നിന്ന് എന്ന് പറഞ്ഞാൽ മക്കള്. വദുർരിയാതിനാ മക്കളിൽ നിന്ന് എന്ന് പറഞ്ഞാൽ പേരക്കുട്ടികൾ. അവരിൽ നിന്ന് എന്ത് തരണം? ഖുർറത അയുൻ, കൺകുളിർമയാർന്നതിനെ തരണം. എന്താണ് ഈ കൺകുളിർമ? ഇമാമിങ്ങളൊക്കെ വിശദീകരിച്ചു. ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീർ എഴുതി, ഖുർറത അയുനിൻ ഫിദ്ദീൻ, ദീനിൽ കൺകുളിർമയാർന്ന കുട്ടിയെ തരണം. ദുനിയാവിലല്ല, ദുനിയാവിൽ എല്ലാവരും ഒരുപോലെയല്ലേ? അതിൽ മുസ്ലിം അമുസ്ലിം എന്ന് വ്യത്യാസമുണ്ടോ? ദുനിയാവ് അല്ലാഹു കൊടുത്തതില് കൂടുതൽ നിങ്ങൾ നോക്കൂ, മുസ്ലിങ്ങളല്ലാത്തവരെ പക്ഷത്തല്ലേ ദുനിയാവ് അല്ലാഹു ധാരാളം നൽകിയവർ. കഴിഞ്ഞ വർഷം കണ്ടില്ലേ 500 കോടിപതികളുടെ പേരും ലിസ്റ്റും പ്രസിദ്ധീകരിക്കപ്പെട്ടു. അതിലൊരു മുസ്ലിമിന്റെ പേര് വരുന്നത് എത്ര കഴിഞ്ഞിട്ടാണ്? 300 കഴിഞ്ഞിട്ടാണ് സഹോദരങ്ങളെ, ലോകതലത്തിലാണ്. അപ്പൊ ദുനിയാവിൽ കൺകുളിർമയല്ല, നല്ല ബോഡി ഷേപ്പുള്ള കുട്ടി എന്നല്ല, കാണാൻ നല്ല ആകാര സൗഷ്ഠവമുള്ള ആള് എന്നല്ല, ദീനിൽ ഖുർറത അയുനാകണം, ദീനിൽ കൺകുളിർമയാകണം. അങ്ങനെ ഒരു കൺകുളിർമ മഹാന്മാർക്കൊക്കെ ലഭിച്ചു. ആകെ ഒരു കുട്ടിയല്ലേ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ബാപ്പക്ക്. ഷാഫി ഇമാം തങ്ങളല്ലേ ഒരു മകനുള്ളൂ. ആ മകന്റെ വളർച്ച കാണാൻ ആ ബാപ്പയുണ്ടായിട്ടില്ല. ഉമ്മയല്ലേ ഷാഫി ഇമാം തങ്ങളെ വളർത്തി. വളരെ കഷ്ടപ്പെട്ട് വിവിധ സ്ഥലങ്ങളിൽ കുടിലുകളിൽ ചെറിയ പണിക്ക് ജോലിക്ക് പോയിട്ടാണ് മകനെ വളർത്തിയത്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഇൽമു പഠിക്കാൻ പോകുമ്പോ 2 കൊട്ടയും ചുമന്നാണ് ഷാഫി ഇമാം തങ്ങൾ പോകുന്നത്. അതിൽ കാരക്കയല്ല, മുന്തിരിയല്ല, ഈത്തപ്പഴമല്ല, ഓറഞ്ചല്ല, ഇൽമു എഴുതിയ മരക്കഷ്ണങ്ങളാണ്, എല്ലിൻ കഷ്ണങ്ങളാണ്. അവിടുത്തെ സാധുത്തരത്തിന്റെ പേരിൽ ഒരു പേനയും പേപ്പറും ആ സമയത്തൊന്നും കൈവന്നിട്ടില്ല. എന്നാലും മദീനത്തെ പള്ളിയിലെ വലിയ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് പഠിക്കാൻ വേണ്ടി ഷാഫി ഇമാം തങ്ങൾ അയക്കുമ്പോ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ അമ്മാവന്മാരിൽ പലരും അതിന് എതിര് നിന്നു. ചിലര് വന്നിട്ട് ഉമ്മാനോട് പറഞ്ഞു, ഒരു മകനല്ലേ ആകുള്ളൂ, അതിനെ മദീനയിലേക്കും മറ്റും പഠിക്കാൻ വിടാണോ? അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ ആ ഉമ്മ വഴങ്ങിയില്ല. ഷാഫി ഇമാം തങ്ങളെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കിട്ടുന്ന ഹലാലായ സ്വത്തിൽ നിന്ന് ആ കുട്ടിയെ വളർത്തി വലുതാക്കി 10 കൊല്ലം മദീനയിൽ പഠനം നടത്തി. അതിനു മുമ്പ് നാട്ടിൽ വെച്ച് ഒരുപാട് മുഹദ്ദിസുകളിൽ നിന്ന് ഹദീസ് പഠിച്ചിട്ടുണ്ട്. ഖുർആൻ മുഴുവനും ഹിഫ്ളാക്കിയിട്ടുണ്ട്. പദവികളുടെ പിന്നാലെ പോയി, ബതുക്കളെ പിന്നാലെ പോയി അറബി ഭാഷ പഠിച്ചിട്ടുണ്ട്. അവര് കാട്ടിന്റെ മൂലയിൽ പോയി ആടിനെ മേൽക്കുമ്പോ, കുന്നിൻ മുകളിൽ പോയി ഒട്ടകങ്ങളെ മേൽക്കുമ്പോ നല്ല സാഹിത്യ സമ്പുഷ്ടമായ വരികൾ ഇങ്ങനെ പദ്യങ്ങൾ ചൊല്ലും. 1ഉം 2ഉമല്ല, 10,000-ത്തിലധികം കവിതകളാണ് ഭാഷാ പഠനത്തിന് വേണ്ടി ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു മനപ്പാഠമാക്കിയത്. സുന്ദരമായ ഭാഷ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ പഠനവും കഴിഞ്ഞ് മദീനയിലെത്തി 10 കൊല്ലം പഠിച്ചപ്പോ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന് നജ്റാനിൽ ഒരു ജോലി ലഭിക്കുന്നു. ഭരണരംഗത്തുള്ള ജോലിയാണ്. പലരും പറഞ്ഞു, ഇമാം അവர்களോട് നിങ്ങൾ പോകണ്ട, കാരണം ഭരണരംഗത്തുള്ള ജോലിയല്ലേ, നിങ്ങൾ വലിയൊരു ഇമാമല്ലേ, നിങ്ങൾ പോകണ്ട. എന്നാലും ഉമ്മാനെ സഹായിക്കാനും മറ്റുമൊക്കെ ഉദ്ദേശിച്ച് അമ്മാവന്മാരുടെ നിർബന്ധം പാലിച്ച് മഹാനവറുകൾ പോയി. അള്ളാഹു നൽകിയ ഇൽമനുസരിച്ച് മാത്രമേ ജീവിതം നയിക്കുകയുള്ളൂ. അവിടെയും പെരുന്നാളുകൾക്ക് ഇൽമു പറഞ്ഞു കൊടുക്കുകയാണ്. അവിടെ ആ ഓഫീസിലുള്ള ഒരു ഉദ്യോഗസ്ഥനുണ്ട്, ഹമ്മാദ് അൽ ബർബറി എന്നാണ് അയാളുടെ പേര്. അയാൾ ദീനിനെതിരായ പല കാര്യങ്ങളും ഒപ്പിടിക്കാൻ വേണ്ടി ഷാഫി ഇമാം തങ്ങൾ എടുത്ത് കൊണ്ടുവരുമ്പോ മഹാനവറുകൾ ഒപ്പിട്ട് കൊടുക്കൂല. ഇത് അള്ളാഹുവിന്റെ ദീനിനെതിരാണ്, നിയമത്തിനെതിരാണ്, ഇതിൽ ഒപ്പുവെക്കാൻ പറ്റൂല. ആ ഹമ്മാദ് അൽ ബർബറി എന്ന മനുഷ്യന് ഷാഫി ഇമാം തങ്ങൾ ഒരു ഭാരമായി തോന്നിയപ്പോ ഹാറൂൺ റഷീദാണെന്ന് രാജ്യം ഭരിക്കുന്നത്, ഹാറൂൺ റഷീദിന് കത്തെഴുതി, നിങ്ങളെ ഭരണത്തിനെതിരിൽ പ്രവർത്തിക്കുന്ന ഒരാൾ ഇവിടെ ഓഫീസിലെത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ ഓഫീസിലുണ്ടായാൽ ഭരണരംഗം മുഴുവനും തകരും, ഒന്നും മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം ദീനിനെതിരായ ഒരു ഹുക്കുമിന് ഒപ്പിടാൻ ഷാഫി ഇമാം തങ്ങൾ കിട്ടൂല. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഒപ്പിടാതെ ഒരു കടലാസും നീങ്ങൂല. ആളാകെ കുടുങ്ങി. അവസാനം ഷാഫി ഇമാം തങ്ങൾക്കെതിരെ ഒരു കേസും കൂടി ഫയൽ ചെയ്തു. രാജാവിനും രാജഭരണത്തിനെതിരെ പ്രതികരിക്കുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്ന നാട്ടിൽ അലവിയാക്കൾ എന്നാണ് അവരുടെ പേര്. ഇന്നല്ലോ അലവിയാക്കൾ. അവരെ കൂട്ടത്തിലാണ് ഷാഫി ഇമാം തങ്ങൾ പെടുത്തിയത്. അങ്ങനെ പെടുത്താൻ കാരണം എന്താ? ഈ അലവിയാക്കളിൽ നല്ലൊരു വിഭാഗം തങ്ങന്മാരുണ്ട്. അലി റളിയല്ലാഹുവിലേക്ക് ചേർത്തിട്ട് അവർ അലവി എന്ന് പറയും.
തങ്ങന്മാരുണ്ട്. ആ തങ്ങന്മാരോട് ഷാഫി ഇമാം നിങ്ങൾക്ക് വലിയ ബഹുമാനമാണ്. അവര് വന്നാൽ എപ്പോഴും ഷാഫി ഇമാം നിങ്ങൾ സ്വീകരിക്കും, ബഹുമാനിക്കും, ആദരിക്കും. ഇതൊക്കെ കണ്ടിട്ട് കൂടിയാണ് അവരെ കൂട്ടത്തിൽ ഒരാളാണ്, പ്രക്ഷോഭകരിൽ ഒരാളാണ് നീ ഹമ്മാദ് അൽ ബർബറി കത്തെഴുതുന്നത്. നിരന്തരമായി പരാതി പോയപ്പോ ഹാറൂൻ റഷീദ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനോട് ബഗ്ദാദിലേക്ക് വരാൻ പറഞ്ഞു, അറസ്റ്റ് ചെയ്യാൻ വേണ്ടി. ഷാഫി ഇമാം നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നു. ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ജനങ്ങൾ കേൾക്കാൻ തുടങ്ങി. അപ്പോഴേക്ക് ജനം തിരിച്ചുപോയി. വലിയൊരു പണ്ഡിതനെ രാജാവ് അറസ്റ്റ് ചെയ്യാൻ പോകുന്നു. ഇമാമുല്ലാദം അബൂ ഹനീഫ തങ്ങളുടെ ശിഷ്യന്മാര് വല്ലാതെ വിഷമിച്ചു. മദീനയിൽ ദർസ് നടത്തുന്ന ഇമാം മാലിക് തങ്ങൾ വിഷമിച്ചു. മദീനക്കാരും മക്കക്കാരും വിഷമിച്ചു. ഷാഫി ഇമാം തങ്ങൾ ഹാറൂൻ റഷീദ് കൊട്ടാരത്തിലേക്ക് വിളിപ്പിക്കുന്നു. കൊട്ടാരത്തിൽ എത്തുന്നതിന്റെ മുമ്പ് ഷാഫി ഇമാം തങ്ങൾക്ക് കുറച്ച് സമയം കൊടുക്കുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തി, പക്ഷേ താമസിക്കാൻ പറയുന്നു. താമസിക്കാനും സൗകര്യം കൊടുക്കുന്നു. എപ്പോഴാണോ വിളിക്കുന്നത് അപ്പോൾ കോർട്ടിൽ ഹാജരാകണം. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അവിടെ നിന്നൊരു പ്രശ്നമില്ല. പകൽ സമയത്ത് ഷാഫി ഇമാം നിങ്ങളെ നിരീക്ഷിക്കാൻ ഇന്റലിജൻസിനെ രേഖപ്പെടുത്തി വിട്ടു. ആ ഇന്റലിജൻസ് പോയി നോക്കുമ്പോ ഷാഫി ഇമാം നിങ്ങളെ പകലിലെ ജോലി എന്താണ്? അബൂ ഹനീഫ് ഇമാം നിങ്ങളെ വലിയ വലിയ ശിഷ്യന്മാര് ദർസ് നടത്തുന്നിടത്ത് ദർസിനിടയിൽ പോയിരുന്നിട്ട് സംശയം ചോദിക്കുന്നു, ഇൽമ് പഠിക്കുന്നു, പിന്നെയും ചോദിക്കുന്നു, പിന്നെയും പഠിക്കുന്നു. അറസ്റ്റിനെ സംബന്ധിച്ച ആ മുഖത്ത് യാതൊരു ഭാവമാറ്റവുമില്ല. അവിടെ കഴിയുമ്പോൾ ഇൽമു സ്വീകരിക്കാൻ വേണ്ടി വരുന്ന ആളുകളോട് അതാ ഇൽമു പറഞ്ഞു കൊടുക്കുന്നു. ഞാൻ അറസ്റ്റ് ചെയ്യാൻ പോകാണ്, നിങ്ങൾക്ക് ഇൽമൊന്നും പറഞ്ഞു തരൂലാതില്ല. അള്ളാഹു പഠിപ്പിച്ചു കൊടുത്ത ഇൽമല്ലേ, മഹാന്മാര് പഠിപ്പിച്ചു കൊടുത്ത ഇൽമല്ലേ, അതേത് സെക്കൻഡിലാണെങ്കിലും എവിടെയാണെങ്കിലും പറഞ്ഞു പഠിപ്പിക്കുക എന്നൊരു തത്വമാണ്. പറഞ്ഞു പഠിപ്പിക്കുന്നു. ശിഷ്യന്മാര് വീണ്ടും വർദ്ധിക്കുന്നു. അങ്ങനെ കൊട്ടാരത്തിലേക്ക് വിളിക്കാൻ വേണ്ടി ഹാറൂൻ റഷീദ് ഒരു കൃത്യനെ പറഞ്ഞേക്കുന്നു, കൂട്ടിക്കൊണ്ടുവരാൻ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഒറ്റക്കാണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു കൊട്ടാരത്തിന്റെ ഒന്നാമത്തെ വരാന്തയിലേക്ക്, ഉള്ളിന്റെ ഉള്ളിലാണ് രാജാവ്, ഒന്നാമത്തെ റൂമിലേക്ക് പ്രവേശിച്ചപ്പോ കൃത്യം നോക്കുന്നു. ഷാഫി ഇമാം നിങ്ങളെന്തോ ദിക്ർ ചൊല്ലുന്നു. രണ്ടാമത്തെ റൂമിലേക്ക് പ്രവേശിച്ചപ്പോഴും ദിക്ർ ചൊല്ലുന്നു. രാജാവിന്റെ മുന്നിലേക്ക് അങ്ങ് പോകുമ്പോ ഇരുന്നിട്ട് ഇതുവരെ പ്രതിയായി കുറ്റപ്പെടുത്താൻ വേണ്ടി, കുറ്റം രേഖപ്പെടുത്താൻ വേണ്ടി, പ്രതിപട്ടികയിൽ ചേർക്കാൻ വേണ്ടി വിളിച്ച ഷാഫി ഇമാം തങ്ങളെ കാണുമ്പോഴേക്ക് ഹാറൂൻ റഷീദ് എഴുന്നേറ്റുപോയി. വല്ലാത്ത ബഹുമാനം കൊടുക്കുന്നു. എതിരായി ഒന്നും സംസാരിക്കുന്നില്ല. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവോട് ബഹുമാന പുരസ്സരം സംസാരിക്കുന്നു. ഷാഫി ഇമാം തങ്ങളോട് നിർദ്ദേശങ്ങൾ ചോദിക്കുന്നു. നിങ്ങൾ എന്റെ ഭരണത്തിന് എതിരായി വല്ലതും പ്രവർത്തിച്ചോ? നടന്ന സംഭവങ്ങൾ മുഴുവനും ഷാഫി ഇമാം നിങ്ങൾ വിശദീകരിച്ചു കൊടുത്തപ്പോ ഹാറൂൻ റഷീദ് പറയുന്നു, ശരിയാണ്, നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ സത്യമാണ്. പക്ഷേ ഹമ്മാദ് അൽ ബർബറി എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ നിരന്തരമായി കത്തിയതിന്റെ പേരിലാണ് നിങ്ങളെ ഞാൻ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. നിങ്ങളുടെ ബുദ്ധിയും നിങ്ങളുടെ അറിവുമൊക്കെ മനസ്സിലാക്കിയിട്ട് എനിക്ക് ഓർമ്മ വരുന്നത് നിങ്ങളൊരു സാധാരണ വ്യക്തിയല്ല. നിങ്ങളെ ഞാൻ മനസ്സിലാക്കുന്നത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു വചനത്തിൽ നിന്നാണ്. ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർളിൽ മഹാ. ഭൂഗോളം മുഴുവനും ഇൽമാൽ നടക്കുന്ന ഒരു മഹാപണ്ഡിതൻ, ഖുറൈശി പണ്ഡിതൻ വരാനുണ്ട്. കുടുംബ പരമ്പര മുഴുവനും ചോദിക്കുമ്പോ ബാപ്പാന്റെ പരമ്പരയും ഉമ്മാന്റെ പരമ്പരയും രണ്ടും ചെന്നെത്തുന്നത് ഖുറൈശിലേക്കാണ്. ആ നിലക്ക് ആ ഹദീസിൽ പറഞ്ഞ പണ്ഡിതൻ നിങ്ങളാണ് എന്നെനിക്ക് ബോധ്യമാകുന്നു. കുറ്റം രേഖപ്പെടുത്താതെ വാളും പിടിച്ചു നിൽക്കുന്ന ആരാച്ചാറിന് പണിയില്ല, കുറ്റപത്രം വായിക്കാനുള്ള ആൾക്ക് പണിയില്ല. ഷാഫി ഇമാം തങ്ങളെ തിരിച്ചു റൂമിൽ കൊണ്ടുപോയേക്കാൻ ആ ഭൃത്യനോട്, അടിമയോട് കൽപ്പിക്കുന്നു. രാജാവിനോട് ചോദിച്ചു, അല്ല രാജാവേ, ഭരണത്തിന് എതിരിൽ പ്രവർത്തിച്ചവരെ ഇക്കഴിഞ്ഞ കാലം വരെ ഇങ്ങനെയല്ലല്ലോ നിങ്ങൾ പെരുമാറിയത്, ഇങ്ങനെയല്ലല്ലോ നിങ്ങൾ അവരെ സ്വീകരിച്ചിരുന്നത്. ആ സമയത്ത് ഹാറൂൻ റഷീദ് പറയുന്ന വാക്ക്, ഞാൻ കണ്ടൊരു കാഴ്ച നിങ്ങൾ ആരും കണ്ടിട്ടില്ലല്ലോ. ആ വലിയ പണ്ഡിതൻ എന്റെ മുന്നിലേക്ക് കയറി വരുമ്പോൾ തോളിന്റെ രണ്ട് ഭാഗത്തു നിന്നും രണ്ട് ജീവികൾ എന്റെ നേർക്ക് വാപ്പിളർത്തി നിൽക്കുന്നുണ്ട്. ഞാൻ എന്തെങ്കിലും നടപടിയെടുത്താൽ അവരെന്റെ ജീവിതം എന്നേക്കുമായി കടിച്ചു തുപ്പിക്കളയും. അത് പേടിച്ചിട്ടാണ് ഞാൻ വളരെ ബഹുമാനത്തോടെ പെരുമാറിയത്. തിരിച്ചു കൊണ്ടുപോയി റൂമിൽ വിടുന്ന നേരത്തെ ആ ഭൃത്യൻ പറഞ്ഞു ഷാഫി ഇമാം തങ്ങളോട്, അല്ല ഉസ്താദേ, നിങ്ങൾ
കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുമ്പോ ഒന്നാമത്തെ റൂമിലും രണ്ടാമത്തെ റൂമിലും ഒരു ദിക്ർ ചെല്ലുന്നത് ഞാൻ കണ്ടല്ലോ. ആ ദിക്ർ എനിക്കൊന്ന് പഠിപ്പിച്ചു തരണം. ഈ ഹാറൂൻ റഷീദ് വല്ലാതെ ക്ഷോഭിക്കുന്ന ആളാണ്. പലപ്പോഴും എനിക്ക് അടി കിട്ടാറുണ്ട്, ചീത്ത കേൾക്കാറുണ്ട്. ഞാൻ ആ കൊട്ടാരത്തിലെ ഒരു സേവകനാണ്, തൊഴിലാളിയാണ്. ഷാഫി ഇമാം തങ്ങൾ ആ ദിക്ർ പറഞ്ഞു കൊടുക്കുന്നു. ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ വൽ മലായിക വ ഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത് ലാ ഇലാഹ ഇല്ലാ ഹുവൽ അസീസുൽ ഹകീം എന്ന് തുടങ്ങിയിട്ടുള്ള ദിക്ർ പറഞ്ഞു കൊടുക്കുന്നു. ആ അടിമ ഒരു കടലാസിൽ അത് എഴുതിയിട്ട് സുബ്ഹാനല്ലാഹ് കുപ്പായത്തിന്റെ കയ്യിൽ ചുരുട്ടി വെക്കുന്നു, ഒരു ഉറുക്കായിട്ട് ഏലസായിട്ട്. പിന്നെ രാജാവ് എപ്പ ചീത്ത പറയുകയാണെങ്കിലും ഒന്നവിടെ തൊടും. രാജാവ് അടിക്കാൻ വേണ്ടി വടിയെടുക്കുകയാണെങ്കിൽ ഒന്നാ കടലാസിൽ തൊടും. അതോടെ രാജാവിന്റെ കോപം എങ്ങോട്ടാ പോകുന്നത് എന്നറിയുന്നില്ല. പിന്നൊരിക്കലും രാജാവ് അടിച്ചിട്ടില്ല. ചീത്ത പറയാൻ ഒരുങ്ങിയിട്ടിടയിൽ വെച്ച് രാജാവിന്റെ സ്വഭാവം തന്നെ മാറുകയാണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു കൊണ്ട് അടിമക്ക് കിട്ടിയ ഒരു ബർക്കത്താണത്. ഇരിക്കട്ടെ, ആ ഷാഫി ഇമാം തങ്ങളെ ഹക്കായി മനസ്സിലാക്കിയിട്ട് ഇൽമ അങ്ങനെ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിയിട്ട് രാജാവ് ശിഷ്യരും ഷാഫി ഇമാം തങ്ങൾ ഉസ്താദുമായിട്ടാണ്. പിന്നെ അവിടെ കഴിഞ്ഞ 4 വർഷക്കാലം ഷാഫി ഇമാം തങ്ങൾ കഴിഞ്ഞത് തിരിച്ച് മക്കത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞപ്പോ രാജാവ് കരഞ്ഞുപോയി, സൈനികരും വിഷമിച്ചുപോയി. എല്ലാവരും ഉജ്ജ്വലമായ യാത്രയപ്പ് നൽകി. ഈ ഉജ്ജ്വലമായ വിജയം മക്കയിൽ വെച്ച് ആസ്വദിക്കുന്ന, കൺകുളിർക്കെ മനസ്സുകൊണ്ട് വല്ലാതെ ആനന്ദിക്കുന്ന ഒരു മാതാവുണ്ട്. കൺകുളിർമയാക്കി തരണേ എന്ന് അല്ലാഹുവിനോട് ദ്വാരക്കുന്നത് സ്വന്തത്തിലും കുടുംബത്തിലും സമൂഹത്തിലും ദീന് നടത്താനുള്ള കഴിവുള്ള മക്കളായി, സമൂഹത്തെ അങ്ങനെ സമുദ്ധരിക്കാൻ കഴിവുള്ള മക്കളായി ഒരു 10 കുടുംബങ്ങളെ ഹിദായത്തിലേക്ക് കൊണ്ടുവരാൻ, അവരെ ഇസ്ലാമിക സിറ്റുവേഷനിൽ പരിവർത്തനം നടത്താൻ ഏതെങ്കിലും ഒരു 10 മഹല്ലുകൾക്ക് നേതൃത്വം നൽകുന്ന ഒരു മകനാണെങ്കിൽ ആ 10 മഹല്ലിലും അല്ലാഹുവിന്റെ ദീനനുസരിച്ച് കാര്യങ്ങൾ നടത്താൻ നല്ല പക്വതയും പാകതയുമുള്ള മക്കളായി കിട്ടാൻ അല്ലാഹുവിനോട് ദ്വാരക്കുന്നതിന്റെ താല്പര്യം അതല്ലേ? അല്ലെങ്കിൽ ജീവിതകാലം മുഴുക്കയും ഖൈറായ മാർഗങ്ങളിൽ നേതൃത്വം നൽകുന്ന ഇമാമാകാൻ, അല്ലെങ്കിലോ നന്മ ഉപദേശിക്കുന്ന തിന്മ വിലക്കുന്ന വലിയൊരു ദാഇയാകാൻ, ജനങ്ങൾക്കിടയിൽ നല്ല പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു നല്ല മനുഷ്യനാകാൻ. ഇതിനല്ലേ നമ്മൾ ദ്വാരക്കുന്നത്? രാജാവും സൈനികരും കൂടിയിട്ട് ഇമാം ഷാഫി തങ്ങൾക്ക് യാത്രയപ്പ് കൊടുക്കുകയാണ്. ഷാഫി ഇമാം തങ്ങളുടെ കയ്യിൽ ഒരു 500 ദിർഹം രാജാവ് ഏൽപ്പിക്കുന്നു, 500 ദിർഹം സൈനികരും കൊടുക്കുന്നു. ബഗ്ദാദിന്റെ അതിർത്തി വരെ രാജാവും സൈന്യവും ഷാഫി ഇമാം തങ്ങളെ അനുഗമിക്കുന്നു. എന്നിട്ട് അവസാനം ഹാറൂൻ റഷീദ് പറഞ്ഞു, ഇനി എപ്പോൾ ബഗ്ദാദിൽ വരണമെന്ന് തോന്നിയാലും ഒരാളെ വിട്ടാൽ മതി, വണ്ടി കൊടുത്തേക്കാം, സൗകര്യം പോലെ വന്ന് താമസിക്കാം, ഭരണത്തിന്റെ ഏത് മേഖലകളിലും ഇടപെടാം, ഒന്നിനും നിങ്ങൾക്ക് തടസ്സമില്ല. 1000 ദിർഹം പോക്കറ്റിൽ വെച്ചാണ് വരുന്നത്. 1000 ദിർഹമുമായി മക്കയിലേക്ക് വരുന്നു. എന്തിന്? ജീവിതകാലത്ത് തുടക്കം മുതൽ ബാപ്പയുടെ ഒരു ചെറിയ ശിക്ഷണം പോലും ലഭിക്കാതെ തീർത്തും അനാഥയായി വളർന്നിട്ടും പഠനരംഗത്തും മറ്റുമൊക്കെ സഹായിച്ചത് ഉമ്മയാണ്, കഷ്ടപ്പെട്ട് വളർത്തിയത് ഉമ്മയാണ്. ആ ഉമ്മാക്ക് 1000 ദിർഹം കൊടുക്കാനാ പോക്കറ്റിൽ വെച്ചിരിക്കുന്നത്. ഇത് ഞാൻ എന്തിനാ പറയുന്നത് എന്നറിയോ? മക്കളിൽ നിന്ന് വാപ്പമാരും ഉമ്മമാരും ദീനല്ലേ ഉദ്ദേശിക്കേണ്ടത്. ആ ഉമ്മ കാണിക്കുന്ന ചിത്രം നോക്ക് നിങ്ങൾ. 1000 ദിർഹം പോക്കറ്റിൽ വെച്ച് മക്കയിലേക്ക് ചെന്നപ്പോ ഷാഫി ഇമാം തങ്ങളെ ഉമ്മ ചോദിക്കുന്നു, മോനെ കയ്യിൽ ഒരുപാട് പണമുണ്ടല്ലോ? ഉണ്ട് ഉമ്മ, എന്റെ കയ്യിൽ ആദ്യമായി വരുന്ന 1000 ദിർഹമാണ്. ഇതിനു മുമ്പ് എന്റെ കൈ 1000 ദിർഹം തൊട്ടിട്ടില്ല. 1000 ഉമ്മാക്ക് തരാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. കൺകുളിർമയാർന്ന മകൻ, ഏറ്റവും നല്ല സന്തോഷം ദീനീ രംഗത്ത് നൽകിയ മകൻ 1000 ദിർഹം കൊണ്ടുവരുമ്പോ ഞാൻ ആ മകനെ ഇത്രയും കാലം വളർത്തിയത് ദീനിന് വേണ്ടിയാണ്. ഇത്രയും കാലം ഞാൻ പരീക്ഷണങ്ങൾ അനുഭവിച്ചത് ദീനീ രംഗത്ത് നിറഞ്ഞ ചാരിതാർത്ഥ്യവും സാഫല്യവും ലഭിക്കാനാണ്, സന്തോഷം കിട്ടാനാണ്. അവന്റെ ദുനിയാവ് മോഹിച്ചിട്ടല്ല എന്ന അർത്ഥത്തില് ആത്മാർത്ഥതയുള്ള ഉമ്മ പറയുന്നത്, മോനെ 1000 ദിർഹമിൽ ഒറ്റയൊന്നും ഉമ്മാക്ക് വേണ്ട.
നമ്മുടെ കുടുംബത്തിൽ നമ്മേക്കാൾ സൗകര്യം കുറഞ്ഞവർ ഈ മക്കയിലുണ്ട്. അടുത്ത കുടുംബത്തിലും അകന്ന കുടുംബത്തിലുമുണ്ട്. 1000 ദിർഹം മുഴുവനും അവർക്ക് വീതിച്ചു കൊടുത്ത ശേഷമേ മകൻ ഇങ്ങോട്ട് വരാവൂ. ഉമ്മ മകനെ പറഞ്ഞേക്കുകയാണ്. എന്താണ് ആ മകനിൽ നിന്ന് ഉമ്മ പ്രതീക്ഷിക്കുന്നത്? ഇമാം നബി റളിയല്ലാഹു അൻഹു നിന്ന് ബാപ്പ പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഖുർറത്തു അയുനിൻ, കൺകുളിർമയാർന്ന ഒരു സന്താനമാണ്. അങ്ങനെ ഒരു മുതലുണ്ടോ? ഇന്നും ഷാഫി ഇമാം തങ്ങളെ ഉമ്മാക്ക് വരവുണ്ട്. ഇന്നും നബി ഇമാം തങ്ങളെ ബാപ്പക്കും ഉമ്മക്കും ഖബറിലേക്ക് വരവുണ്ട്. അവര് പഠിപ്പിച്ചു കൊടുത്ത ഇൽമ് ഇന്നും ഇവിടെ ആളുകൾ അമൽ ചെയ്യുകയാണ്. അത് ഓതി പഠിക്കുകയാണ്, അത് ഹിഫ്ളാക്കുകയാണ്, അതിന് ഖിദ്മത്ത് എടുക്കുകയാണ്, അത് പ്രചരിപ്പിക്കുകയാണ്. ഓരോ ദിവസവും അത് കൂടെ കൂടെ വായിക്കുകയാണ്. അതിന് കാരണക്കാരായി വർത്തിച്ച ബാപ്പയും ഉമ്മയും വെറുതെയാകുമോ? ഇല്ലേ, ഇല്ല. അവരൊരിക്കലും വെറുതെയാകൂല. ഒറ്റക്ക് കിടക്കുന്ന ഖബറിൽ വലിയ സന്തോഷമുള്ള ഒന്നല്ലേ ഇൽമിന്റെ വിതരണം. ഇൽമിനെക്കാളും വലിയ സന്തോഷമുള്ളത് എന്താണ് ഖബറിലുള്ളത്? ഒറ്റക്ക് ഞാനും നിങ്ങളും ഖബറിൽ പോയി കിടക്കേണ്ടവരാണ്. ദുനിയാവിൽ കൂടെ കിടക്കാൻ ആരുണ്ടായാലും, കൂടെ കഴിയാൻ എത്ര പേരുണ്ടായാലും, സന്തോഷം പറയാൻ ആരൊക്കെ വന്നാലും, സഹോദരങ്ങളെ ഇവിടെ എത്ര വലിയ സ്ഥാനമാനങ്ങൾ ഉണ്ടായാലും, നമുക്കെല്ലാവർക്കും കിടക്കേണ്ട അല്ലാഹു തആല ഒരുക്കി പോയി. അവിടെ രക്ഷപ്പെടുത്തുന്ന അമലുകൾ ജീവിതത്തിൽ പതിവാക്കണം. ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയത് കാണാം. ഏതെങ്കിലും ഒരു സ്വാലിഹായ അമല് ഒരു മനുഷ്യനിൽ നിന്ന് മുൻതൂക്കം നിൽക്കുന്നുണ്ടോ? അതിന്റെ കാരണം കൊണ്ട് ഖബറിൽ രക്ഷ ലഭിക്കും. അല്ലാഹു നമുക്ക് സലാമത്ത് നൽകട്ടെ. പക്ഷേ ഏതെങ്കിലും ഒരു അമല് ചെയ്തിട്ട് സമാധാനിച്ചിരിക്കാൻ എനിക്കും നിങ്ങൾക്കും മാർഗമില്ല. കാരണം നമ്മുടെ അമല് ശരിയായി എന്ന് പറയാൻ നമ്മുടെ ഇടയിൽ ഒരു നബി ഇല്ലല്ലോ. നമ്മുടെ അമൽ അല്ലാഹു സ്വീകരിച്ചു എന്ന് പറയാൻ ഇൽഹാം കിട്ടിയൊരു വലിയില്ലല്ലോ. അതുകൊണ്ട് സ്വാലിഹായ അമലുകൾ ഏതുണ്ടോ അതിന്റെ കൂടെ നമ്മളെല്ലാവരും തപസ്സിരിക്കേണ്ടതുണ്ട്.